തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കരുതെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരസ്യമായ മുന്നറിയിപ്പ് തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുൻപ് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആയുധ കച്ചവടത്തിന്റെ കാര്യത്തിൽ ആരും തനിക്ക് നിർദ്ദേശം തരേണ്ടതില്ലെന്നും തുർക്കിയെ അമേരിക്കയുടെ വിശ്വസ്തനായ സഖ്യകക്ഷിയാണെന്നും ട്രംപ് വ്യക്തമാക്കി. തുർക്കിക്ക് F-35 വിമാനങ്ങൾ നൽകുന്നതിനെതിരെ നെതന്യാഹു പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തുർക്കി ഭരണകൂടം അമേരിക്കയെ വെറുക്കുകയും അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള തീവ്ര പ്രസ്ഥാനത്താൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നും അതിനാൽ അവർക്ക് F-35 വിമാനങ്ങളോ അതിനുള്ള എഞ്ചിനുകളോ നൽകരുതെന്നും ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ എതിർപ്പുകളെ പുച്ഛിച്ചു തള്ളിയ ട്രംപ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാനുമായുള്ള തന്റെ സൗഹൃദത്തെയും തുർക്കിയുടെ സൈനിക ശക്തിയെയും പ്രശംസിക്കുകയാണുണ്ടായത്. തുർക്കിക്ക് ഇസ്രായേലിനോടും നെതന്യാഹുവിനോടും വലിയ താല്പര്യമില്ലായിരിക്കാം, എങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് അതൊരു ശക്തമായ രാജ്യവും മികച്ച സഖ്യകക്ഷിയുമാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ എന്ത് വിൽക്കണം വിൽക്കരുത് എന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ നെതന്യാഹുവിനെ തള്ളിയ ട്രംപ് തുർക്കിയെ കൂടുതൽ പ്രശംസിക്കുകയാണ് ചെയ്തത്. തുർക്കി വളരെ ശക്തമായ ഒരു രാജ്യമാണെന്നും ശക്തമായ സൈന്യവും വലിയൊരു ആയുധ ശേഖരവും അവർക്കുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനും ഗാസ വംശഹത്യയ്ക്കും ശേഷം തുർക്കി ഇസ്രായേൽ ബന്ധം പൂർണ്ണമായും തകർന്നിരുന്നു. അങ്കാറയെ ഒരു പ്രാദേശിക ശത്രുവായിട്ടാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ കാണുന്നത്. എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ജെറുസലേമും അങ്കാറയും തമ്മിലുള്ള ഈ സംഘർഷങ്ങളെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചു. തുർക്കി പ്രസിഡന്റ് ഉർദുഗാനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും ട്രംപ് വിശദീകരിച്ചു. അതേസമയം തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ ട്രംപ് ഈ മാസം ആദ്യം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ 2020 തുർക്കിയെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജൂലൈ 7 കൂടിക്കാഴ്ചയിൽ ഈ ഉപരോധങ്ങൾ നീക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും തുർക്കി നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധങ്ങൾ ഔദ്യോഗികമായി നീക്കിയിട്ടില്ല. S-400 വാങ്ങിയതാണ് തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ കാരണമായത്. S-400 സംവിധാനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ഭാവിയിൽ അവ വാങ്ങില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്താൽ മാത്രമേ തുർക്കിക്ക് F-35 വിമാനങ്ങൾ കൈമാറുന്ന കാര്യം പരിഗണിക്കൂ എന്നാണ് അമേരിക്കൻ നയം. എങ്കിലും ഭാവിയിൽ തുർക്കി ഈ വ്യവസ്ഥകൾ പാലിച്ചേക്കുമെന്ന സാധ്യത സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അതേസമയം ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വിതച്ച വിനാശകരമായ യുദ്ധം ഇപ്പോൾ അവരുടെ സ്വന്തം അതിർത്തികളെയും വാണിജ്യ പാതകളെയും തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. തിരിച്ചടിയായി ഇറാൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ താവളങ്ങളെ ലക്ഷ്യമിടുകയും ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം കർശനമാക്കുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ ട്രംപ് ഇപ്പോൾ മറ്റ് തന്ത്രങ്ങളിലൂടെ മേഖലയിൽ പുതിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ട്രംപും നെതന്യാഹുവും നേരിട്ട് കാണുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇരുവരും തമ്മിലുള്ള 8ാമത്തെ കൂടിക്കാഴ്ചയാണിതെങ്കിലും സമാധാന ചർച്ചകളെക്കാൾ ഉപരിയായി സ്വന്തം സൈനിക പിഴവുകൾ മറച്ചുവെക്കാനും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ഇരുവരും പണിയുന്നത്. കഴിഞ്ഞ മാസം അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും ഒപ്പുവെച്ച കരാറിനെ കുറിച്ച് സംസാരിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഓടി ഒളിക്കാനാകില്ല. കരാറുകളുടെ മറവിൽ സ്വന്തം അധിനിവേശം ഉറപ്പിക്കാനാണ് ഇരു കൂട്ടരുമെന്നും ശ്രമിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ ചോരപ്പുഴ ഒഴുക്കാൻ കൂട്ടുകൂടിയ രണ്ട് ഭരണാധികാരികൾ സ്വന്തം സ്വാർത്ഥതയ്ക്കായി പരസ്പരം കൊമ്പുകോർക്കുന്ന ദാരുണമായ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. F-35 ജെറ്റുകൾ തുർക്കിക്ക് നൽകുന്നതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് പുതിയ യുദ്ധ കച്ചവടമാണെങ്കിൽ അതിൽ സ്വന്തം സുരക്ഷയോർത്ത് വിറയ്ക്കുന്നത് ഇസ്രായേലാണ്. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഈ രണ്ട് രാജ്യങ്ങളുടെയും സാമ്രാജ്യത്വ നയങ്ങളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.